ഒന്ന് രണ്ട് തവണ ഇവിടെയുള്ള ലോക്കൽ പട്ടികളൊക്കെ ഞങ്ങളെ ഓടിച്ചിട്ട് കടിക്കുകയും ചെയ്തു. അതോടെ പേടി കാരണം ഞങ്ങൾ ഇവിടെ വരാണ്ടുമായി. അതിനുശേഷം നിങ്ങൾ വീട് മാറിയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ? അപ്പോഴേക്കും കുറെ വർഷങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് ബോസിനെ ഞങ്ങൾ മോചിപ്പിച്ചു. പക്ഷേ അങ്ങനെ ഒരു ഡ്രാഗൺ വെസല് ഇതുവരെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ എന്നോടൊരു കാര്യം പറയണം. ജയിലിൽ ചാടി വന്ന് അതങ്ങനെ അന്വേഷിക്കാൻ മാത്രം അതിന്റെ പ്രത്യേകത എന്താണ്? ശരി, അത് ഞാൻ പറയാം. അതിലൊരു മാപ്പ് ഉണ്ട്. അതിൽ രാജാവ് വിക്രമസിംഹന്റെ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ മയിൽ കിരീടത്തിന്റെ ലൊക്കേഷൻ ഉണ്ട്. ആ കിരീടം ലക്ഷങ്ങളും കോടികളും വില വരുന്നതാ. വേണമെങ്കിൽ ഞങ്ങൾ നിനക്കും അതിന്റെ പങ്ക് തരാം. നീ അതിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്തു, പക്ഷെ ഞാൻ കോടികൾ കയ്യിൽ വെക്കും. എന്തു പറയുന്നു? ഇല്ല, ഇതെന്തായാലും നടക്കില്ല. അത് നിനക്ക് കിട്ടാനും പോകുന്നില്ല. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ജയിലിൽ തന്നെയാണ്. ഹായ്, എന്റെ കഴുത്തിപ്പോ ശരിയായല്ലോ. ഞാനിപ്പോ എന്തിനാ കരയുന്നതെന്ന് അറിയാവോ? കാരണം നിനക്ക് ഇനി ഒന്നും തന്നെ കാണാൻ പറ്റില്ല. എന്ത്? അയ്യോ, ഇത് എന്താ ചെയ്യുന്നത്? എന്നാൽ ഈ പറഞ്ഞ ഡ്രാഗൺ വെസൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെവിടെ ആയിരിക്കും? അതുകൊണ്ടാണ് ഈ ക്രൈം ടൈഗർ ഇതിന്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ആ ലോക്ക് തുറക്കാനുള്ള കോഡ് കിട്ടാതെ അവനെങ്ങനെ തുറക്കും? ഞാനൊരു കാര്യം പറയട്ടെ, അവനാ രാജാവിന്റെ സിംഹാസനത്തിൽ കയറിയിട്ട് കരയാതെ അല്ല സാറേ, ഭൂരിപക്ഷെ ഈ ക്രൈം ടൈഗറിന് ഈ സിംഹാസനത്തിന്റെ സീക്രട്ട് കോഡ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിലോ? എന്തായാലും ശരി, ഈ ക്രൈം ടൈഗർ എവിടെയാന്ന് കണ്ടെത്തിയേ പറ്റൂ. പിന്നെ ലിറ്റിൽ സിംഗം അങ്ങോട്ട് നോക്കി. ഈ വണ്ടി നിന്റെ വീടിന്റെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി മിർച്ചി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് ടൗണിന് പുറത്തുള്ള നാഷണൽ ഹൈവേ 15ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോ ടൗണിന് പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗത്തേക്കാണ്. പക്ഷെ ഇതിന് ശേഷം ഫുട്ടേജ് ഒന്നുമില്ല. അത് സാരമില്ല, ബ്ലാക്ക് ഫോറസ്റ്റിൽ അവർ കുളിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. താങ്ക് യു ഇൻസ്പെക്ടർ കാവ്യ. ക്രൈം ടൈഗർ, നീ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിന് മാത്രം എന്തായിരുന്നു അർജന്റ്? നീ എന്തായാലും ഇവിടെ എത്തിയത് നന്നായി. എന്റെ കാര്യമൊക്കെ ആ ലിറ്റിൽ സിംഗും കാരണം കുളമായിരിക്കുകയാണ്. എന്ത് ലിറ്റിൽ സിംഗോ? വീണ്ടും ആ നാശം പിടിച്ചവന്റെ പേരാണല്ലോ കേൾക്കുന്നേ. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല. പക്ഷെ ഞാൻ അതിനൊരു ഉഗ്രൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അസാധ്യത്തിനെയും സാധ്യമാക്കി മാറ്റിക്കളയും. ഏതോ നിന്നെ പോലെ ഒരുപാട് പേര് വന്നതാ. ചിലരൊക്കെ ആകാശം പൊളിച്ചിറങ്ങി വന്നത്, ചിലര് ഭൂമി പിളർന്നു പുറത്തു വന്നു. പക്ഷേ ലിറ്റിൽ സിംഗം എല്ലാത്തിനെയും എത്തേണ്ട അടുത്ത് തന്നെ എത്തിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? ജയിലിലേക്ക് നിങ്ങൾക്കും അവിടേക്ക് തന്നെ പോകേണ്ടി വരും. ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണല്ലോ ഞാൻ. ഇനിയിപ്പോ ആ രാജാവിന്റെ സിംഹാസനവും സ്വത്തുക്കളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആലോചിച്ചോ. എന്റെ കൂടെ ചേർന്ന് നിനക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാ പറ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? അതായത് ഇന്നേക്ക് 6.5 വർഷം മുൻപ് ഈ ലിറ്റിൽ സിംഗം ഒരു കൊച്ചു പയ്യനായിരുന്നപ്പോൾ അവൻ എന്റെ ഡ്രാഗൺ വിസിലും കൊണ്ട് ഓടിപ്പോയിരുന്നു. നിങ്ങൾക്കറിയോ, ഈ ലിറ്റിൽ സിംഗം എന്റെ ബോസിനെ ഒരുപാട് അലക്കിയിട്ടുണ്ട്. അതെന്താ, നിന്റെ ബോസ് ശരിക്ക് കുളിക്കാറില്ലേ? അല്ലെങ്കിൽ പിന്നെ ലിറ്റിൽ സിംഗം ഇയാളെ ശരിക്കും എന്തിനാ അലക്കുന്നത്? അതല്ല, അവൻ പറഞ്ഞത് അങ്ങനെയല്ല. ലിറ്റിൽ സിംഗം ഞങ്ങളുടെ ബോസിനെ വറുത്ത ഉപ്പേരി പോലെ ആക്കി കളഞ്ഞു. അടിച്ച് പഞ്ചറാക്കി ചട്നി പോലെ ആക്കി കളഞ്ഞു.
പറയുന്നൊന്ന് നിർത്ത്. ലിറ്റിൽ സിംഗത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ ഡ്രാഗൺ വിസിൽ കണ്ടെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ബേബി ലിറ്റിൽ സിംഗ് ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് അത് എടുക്കാമല്ലോ. ഓ, എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് 6.5 വർഷം പിറകിലോട്ട് പോകണമല്ലേ? അതെ ശമ്പാല, അതാ വേണ്ടത്. എങ്കിൽ ചെല്ലേ, പോയി വിജയിച്ചു വാ. ഇക്കാസ, ഇക്കാസ, പാസ്റ്റിലേക്ക് പോകാനുള്ള വാതിൽ തുറന്നു വരട്ടെ, ഉടനെ തന്നെ. ഇത് വളരെ ചെറുതായിട്ടാണല്ലോ തുറന്നിരിക്കുന്നത്. വാതില് മൊത്തമായിട്ട് തുറക്ക്. എടോ, കുറച്ചൊന്ന് സ്വന്തമായിട്ടെങ്കിലും അധ്വാനിക്കേ. പോയി തുറക്കണം. പിന്നെ ആവശ്യമുള്ളപ്പോ എന്റെ പേര് വിളിക്കുകയാണെങ്കിൽ വാതിൽ തനിയെ അങ്ങ് തുറന്നു വന്നോളൂ. താങ്ക് യു ശമ്പാല, താങ്ക് യു വെരി മച്ച്. അയ്യോ, ദേ ലിറ്റിൽ സിംഗ് വന്നു, ഓടിക്കോ. ഞാൻ പോട്ടെ. ഞാനല്ലേ പോട്ടെ. ശമ്പാല, ഓടി രക്ഷപ്പെട്ടോ? അവന്മാർ എങ്ങോട്ട് പോയെന്ന് പറ. നീ അവരെ എങ്ങോട്ട് അയച്ചെന്ന് പറയാൻ. വേഗം പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. ബേബി ലിറ്റിൽ സിംഗത്തിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നേ, പക്ഷെ നിന്നെ അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റില്ല. എത്തോളെ ഇതൊക്കെ ഒത്തിരി എന്തിനാ ഞാൻ കളിക്കുന്നേ